സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം. സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് പാപ്പായുടെ 45-ാം അപ്പോസ്തോലിക സന്ദർശനത്തിന് സമാപനം. സിംഗപ്പൂർ സിറ്റി, റോം, ഇന്തോനേഷ്യ, പാപ്പുവ ന്യൂഗിനി, ഈസ്റ്റ് തിമോറിലെ ദിലി, സിംഗപ്പൂർ എന്നീ ഏഷ്യ ഓഷ്യാന പ്രദേശങ്ങളിൽ അജപാലന സന്ദർശനം പൂർത്തിയാക്കി ഫ്രാൻസിസ് പാപ്പ റോമിലേക്ക് മടങ്ങി. സെപ്റ്റംബർ 2 റോമിൽ നിന്ന് പുറപ്പെട്ട പാപ്പ ഇന്തോനേഷ്യയിലെ ജക്കാർത്ത, പാപ്പുവ ന്യൂഗിനിയിലെ പോർട്ട് മൊറസ്ബി, വാനിമെ, പൂർവ്വ തിമോറിലെ ദിലി, സിംഗപ്പൂർ എന്നിവിടങ്ങൾ വേദികളാക്കി നടത്തിയ സന്ദർശനം കഴിഞ്ഞ 13-ാം തീയതി വെള്ളിയാഴ്ചയാണ് സമാപിച്ചത്. സിംഗപ്പൂർ എയർലൈൻസ് A350-900 എന്ന വിമാനത്തിലാണ് പാപ്പ റോമിലേക്ക് മടങ്ങിയത്. പത്രോസിന്റെ പിൻഗാമിയായതിനു ശേഷം ഫ്രാൻസിസ് പാപ്പ നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ അപ്പോസ്തോലിക യാത്രയാണിത്. വ്യോമ കരമാർഗങ്ങളിലൂടെ 32,814 കിലോമീറ്റർ ദൂരം പാപ്പ സഞ്ചരിച്ചു. ചെറുതും വലുതുമായി 14-ലേറെ പ്രഭാഷണങ്ങൾ പാപ്പ നടത്തിയിരുന്നു. ഇന്നലെ സിംഗപ്പൂർ സ്റ്റേഡിയത്തിൽ നടന്ന വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. സ്റ്റേഡിയ കവാടത്തിങ്കൽ കാറിൽ വന്നിറങ്ങിയ പാപ്പ ചെറിയൊരു വൈദ്യുത കാറിലേക്ക് മാറുകയും സ്റ്റേഡിയത്തിനുള്ളിൽ സ്ഥാനം പിടിച്ച ഹോങ്കോങ്, വിയറ്റ്നാം, മലേഷ്യ തുടങ്ങിയ അയൽ നാടുകളിൽ നിന്നുൾപ്പെടെ എത്തിയിരുന്ന 15,000-ലേറെ വരുന്ന വിശ്വാസികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നുപോയി. ഇടയ്ക്കിടെ പാപ്പ വാഹനം നിർത്തി ശിശുക്കളെ ആശീർവദിക്കുന്നതും അവരോട് വാത്സല്യം പ്രകടിപ്പിക്കുന്നതും വിശ്വാസികൾക്ക് ആഹ്ലാദം പകർന്നു. വിവിധ രാജ്യങ്ങളിൽ പാപ്പ നടത്തിയ സന്ദർശനങ്ങളിൽ പൊതുബലിയർപ്പണം നടന്നിരുന്നു. 4 രാജ്യങ്ങളിലുമായി ലക്ഷക്കണക്കിന് ആളുകളാണ് ബലിയർപ്പണത്തിൽ പങ്കെടുത്തത്. ഇതിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് പാപ്പ കിഴക്കൻ തിമോറിൽ അർപ്പിച്ച വിശുദ്ധ ബലിയായിരുന്നു. രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ പകുതിയോളം ആളുകൾ പാപ്പായുടെ ബലിയർപ്പണത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ഏകദേശം 6 ലക്ഷത്തോളം വിശ്വാസികളാണ് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ എത്തിയത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.